വളാഞ്ചേരി കാവുംപുറം തൊഴുവാനൂർ ALP സ്കൂളിന് സമീപം ആരംഭിക്കാനിരിക്കുന്ന സിമന്റ് ഗോഡൌണിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി ലഭിച്ചത് ഇടതുപക്ഷത്തിന്റെ ഇടപെടലിലൂടെയാണെന്ന് നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ പറഞ്ഞു. വിഷയത്തിൽ ഇരട്ടത്താപ്പാണ് തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭയിലെ ഒരു ഇടതുപക്ഷ കൗൺസിലറും പ്രാദേശിക CPM നേതാവുമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതിക്കായി ഇടപെട്ടത്. നഗരസഭ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വിളിച്ച കൗൺസിൽ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തിരുന്നു. സിമന്റ് ഗോഡൌണിന് പ്രവർത്തനാനുമതി നൽകേണ്ടതില്ല എന്നായിരുന്നു തീരുമാനം. അനുമതി നൽകിയ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തീരുമാനം പുനഃപരിശോധിക്കാൻ കത്ത് നൽകാനും ഹൈക്കോടതിയിൽ നഗരസഭ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖേന അപ്പീൽ നൽകാനും കൗൺസിൽ യോഗം ഐക്യകണ്ഠേന തീരുമാനമെടുത്തതായും ചെയർമാൻ പറഞ്ഞു. അതിലേക്ക് ഹാർഡ്വെയറും ഗോഡൌണും ഉള്ള ലൈസൻസിന് നേരത്തെ ഇവിടെ അപേക്ഷ തന്നത് അവിടെ PTA-യും അവിടുത്തെ നാട്ടുകാരൊക്കെ അത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് അതിനോട് സമർപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അത് വെച്ചുകൊണ്ട് നേരത്തെ തന്നെ അത് ആ ലൈസൻസിന്റെ അപേക്ഷ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അവര് ഹൈക്കോടതിയാണ് സമീപിച്ചത് റിജക്റ്റ് ചെയ്തതിന് എതിരെയാണ്. പക്ഷേ നഗരസഭയും അവിടുത്തെ PTA ഒക്കെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് ഇത് സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ കോടതി പോയതിനു ശേഷം അവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. പൊല്യൂഷന്റെ PCB ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അതിലേക്ക് അങ്ങനെ ആ ഒരു ഉണ്ടായ സാഹചര്യത്തിൽ നഗരസഭയിലുള്ള ഒരു ഇടതുപക്ഷ കൗൺസിലറും CPM-ന്റെ വളാഞ്ചേരിയിലുള്ള ഒരു പ്രാദേശിക നേതാവും ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ PCB ലഭിക്കാനുണ്ടായ സാഹചര്യം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നലെ നഗരസഭയുടെ കൗൺസിൽ ഉണ്ടായിരുന്നു. അതിൽ ഇത് പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു. അന്ന് നേരത്തെ നിരാകരിച്ച 2 കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം കുട്ടികളുടെ ആരോഗ്യ പ്രശ്നം സ്കൂൾ അവിടെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ നമ്മുടെ ബഡ്സ് സ്കൂളും വരുന്നുണ്ട്. അപ്പൊ ഈ 2 കാരണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ലൈസൻസ് കൊടുക്കേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ നഗരസഭ കൗൺസിൽ ഐക്യകണ്ഠേന എടുത്തിട്ടുള്ളത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു വാക്കും എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. 350ഓളം തൊഴിലുറപ്പ് തൊഴിലാളികൾ വളാഞ്ചേരി നഗരസഭയിലുണ്ട്. അവർക്ക് നിലവിലുള്ള ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം 333 രൂപയാണ് അവർക്ക് വേതനമായിട്ട് നൽകുന്നത്. ഗവൺമെന്റ് ജിയോയാണ്. അത് ഉയർത്തണം. 600 രൂപയായി ഉയർത്തേണ്ടത് സർക്കാരാണ്. സർക്കാർ സംസ്ഥാന ഗവൺമെന്റുകളാണ് അത് ഉയർത്തേണ്ടത്. അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നഗരസഭയുടെ മുന്നിലേക്കല്ല സമരം ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല സംസ്ഥാന വ്യാപകമായിട്ട് അതിന് സമരം ഉണ്ടായിരുന്നു. ആ സമരം ബാക്കിയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നടന്നത് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ, അതുപോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക്, കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്കാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ മാത്രമാണ് ആ സമരം നഗരസഭയുടെ മുമ്പിലേക്ക് എത്തിച്ചത്. സാധാരണ ഗവൺമെന്റില് ഈ തൊഴിലുറപ്പ് അവർക്കുള്ള വേതനം നൽകുന്നതിന് വേണ്ടിയിട്ട് സാലറി അവർക്കുള്ള എമൗണ്ട് ഇതുവരെ വരാറില്ല. നഗരസഭ പല കൗൺസിലെ തീരുമാനമായിട്ട് 2,46,69,032 രൂപ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും എടുത്തുകൊണ്ട് അവർക്ക് വേതനങ്ങൾ നൽകിയിട്ടുണ്ട്. വ്യക്തമായി ഓരോ നഗരസഭയുടെ ഓരോ കൗൺസിലിന്റെയും ഓരോ തുകയാണ് ഇത്. നാളിതുവരെയായിട്ട് അത് റീകൂപ്പ് ചെയ്യലുണ്ട്. ഇപ്പോൾ നിലവിലും 73,58,439 രൂപ ആ ഇനത്തിൽ നഗരസഭയ്ക്ക് ഇനിയും ലഭിക്കാനുണ്ട്. അപ്പോൾ ഒരു പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഫണ്ട് വരുന്നത് കാത്തു നിൽക്കാതെ അതിന്റെ അക്വിറ്റൻസ് രജിസ്റ്ററിൽ നിന്നുള്ള അവരുടെ ആചരണ അനുസരിച്ചുള്ള എമൗണ്ട് തൊട്ടടുത്ത കൗൺസിലിൽ വെക്കുകയും അത് യഥാവിധി അവർക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നഗരസഭ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാരണം പറഞ്ഞുകൊണ്ട് നഗരസഭയിലേക്ക് ഒരു സമരത്തിന് ആരെങ്കിലും തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും കിട്ടില്ല. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഈ മറ്റു മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിൽ അയ്യങ്കാളിൽ പിന്നെ അവർ പറഞ്ഞത് 200 ദിനങ്ങളാക്കാം.
നിലവിലുണ്ടത് 100 ദിനങ്ങൾ എന്ന് വ്യക്തമായിട്ട് കുറഞ്ഞത് 100 ദിനങ്ങൾ. വളാഞ്ചേരി നഗരസഭ അത് നിലവിൽ 150 തൊഴിൽ ദിനം വരെ ഒരു സാമ്പത്തിക വർഷത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചുരുങ്ങിയത് 100 ദിനം എന്നാണ് അതിന്റെ വ്യക്തമായിട്ടുള്ള അയ്യങ്കാളി നഗരപ്പ് തൊഴിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അത് കൂട്ടേണ്ടതുണ്ടെങ്കിൽ 100, 200 കൂട്ടേണ്ടതുണ്ടെങ്കിൽ അത് സർക്കാരാണ് കൂട്ടേണ്ടത്. ആ സർക്കാരിന്റെ ഇതിലേക്ക് ഒരു സമരം നടത്തുന്നതിന്റെ ആവശ്യങ്ങൾ നഗരസഭയുടെ മുമ്പിൽ എത്തിയിട്ട് അത്തരം സാധുക്കളായ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതിന് മുന്നിലേക്ക് എത്തിയിട്ട് അതിനെയാണ് വിമർശിച്ച് പറഞ്ഞത്. അല്ലാതെ അവരേറ്റ് നല്ല ബന്ധമാണ് നഗരസഭയുടെ ഭരണസമിതി. ഓണമൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ആഘോഷിക്കൽ. ഓണത്തിന് ഇതുവരെ ഇതുമില്ലാത്ത തരത്തിൽ ഓണത്തോടനുബന്ധിച്ചും മറ്റു ആഘോഷങ്ങളോടനുബന്ധിച്ചു കൊണ്ടുള്ള കലാപരിപാടികൾ അവർ ഒരുമിച്ച് കൊണ്ടാണ് നഗരസഭ നടത്താറുള്ളത്. അതൊക്കെ നിങ്ങൾ കണ്ടതാണ്. അവരുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അവരെ ദുരുപയോഗം ചെയ്യുന്നത് കണ്ടപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ ഈ സമ്മേളന കാലത്തുമൊക്കെ 333 രൂപ വാങ്ങുന്നത് നിർബന്ധിതമായിട്ട് 10, 20 രൂപയൊക്കെ വാങ്ങി എന്നുള്ള പരാതി പല തൊഴിലുറപ്പിന്റെ ആളുകളും ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഇത്തരം ഇരട്ടത്താപ്പുകൾ പൊതുജനം തിരിച്ചറിയുന്നുണ്ടെന്നും അഷ്റഫ് അമ്പലത്തിങ്ങൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.